എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് ചെമ്മീൻ ക്ലീൻ ആക്കുക എന്നുള്ളത്. അപ്പം അതിനുള്ള ഈസി ആയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ വേറെയും 2-3 ടിപ്സും വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ ഫീഡ്ബാക്ക് പറയാനൊന്നും മടിക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ആദ്യത്തെ ടിപ്പ്, ചില പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നറൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തുറക്കാനുള്ള ടിപ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ഇതിന്റെ ആ ഒരു മൂടിയുടെ ഭാഗം ഒന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഫ്ലെയിമിൽ കാണിക്കുക. അതല്ലെങ്കിൽ ഇതുപോലൊരു ലൈറ്റർ ഓൺ ചെയ്തിട്ട് ആ ഒരു മൂടി ഒന്ന് ചൂടാക്കുക. ഒരുപാട് നേരം പിടിക്കരുത്, ഉരുകിപ്പോവും. ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഇത് തുറന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ എന്തും നമുക്ക് ഇതുപോലെ ചൂടാക്കി കഴിഞ്ഞാൽ ലൂസായിട്ട് വരും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചെറിയ ലെറ്റേഴ്സ് ഒക്കെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ്. നമ്മൾ ഗുളികയുടെയൊക്കെ എക്സ്പയറി ഡേറ്റോ അല്ലെങ്കിൽ കണ്ടന്റോ ഒക്കെ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും അത് കറക്റ്റ് അങ്ങോട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഒരു മൊബൈൽ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഫോട്ടോ ഇതേപോലെ എടുക്കുക. സൂം ചെയ്ത് എടുക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. നല്ല വലുപ്പത്തിലാക്കി നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ചിട്ട് വായിക്കാൻ ആയിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇതുവരെ ഈ ഒരു ട്രിക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൊബൈലിന്റെ കവറിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ എണ്ണമയം വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ നല്ല നീറ്റാക്കി ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ മെയിൻലി ഇത് ലേഡീസിനുള്ള ഒരു ടിപ്പാണ്. കിച്ചണിലൊക്കെ ഫോൺ കൊണ്ടുവയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിൽ എണ്ണമയൊക്കെ ആവാറുണ്ട്, കൈ കൊണ്ടൊക്കെ പിടിച്ചിട്ടൊക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു കുറച്ച് മാത്രം ടാൽക്കം പൗഡർ ടിഷ്യൂ പേപ്പറിലേക്ക് എടുക്കുക. ഒരുപാട് വേണ്ട കേട്ടോ, ഒരു ലേശം മതി. എന്നിട്ട് അത് വെച്ചിട്ട് ഈ ഒരു മൊബൈലിന്റെ ബാക്ക് സൈഡ്, ആ കവറിന്റെ ഭാഗം നല്ലപോലെ ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. എണ്ണമയൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് പോയിക്കോളും കേട്ടോ. നല്ല നീറ്റായിട്ട് വരും. അതിൻ്റെ ആ ഒരു മൊബൈലിന്റെ മുകളിലേക്ക് പൗഡർ സ്പ്രെഡ് ആക്കുകയൊന്നും ചെയ്യരുത്. ആ ഒരു ടിഷ്യൂലേക്ക് ജസ്റ്റ് ചെറുതായി ആക്കിയിട്ട് ഇതുപോലെ തുടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലും ഇതേപോലെ തന്നെ ചെയ്യാം. ആ ഒരു ക്യാമറേന്റെ ഭാഗത്തേക്കൊന്നും ആദ്യം ആവാതെയും ഇടയിലേക്കൊക്കെ പൗഡർ പോവാതെയൊക്കെ നോക്കിയാൽ മതി. കറക്റ്റായിട്ട് ആ ഒരു ടിഷ്യൂവിൽ തന്നെ ആക്കിയിട്ട് നീറ്റായിട്ട് തുടച്ചെടുത്ത് നോക്കൂ കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ടിഫിൻ ബോക്സിൽ ഇതുപോലെ കറിയൊക്കെ വെക്കുന്ന പാത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ടിഫിൻ്റെ തന്നെ ആയാലോ മൂടി ചിലപ്പോൾ വല്ലാണ്ട് ടൈറ്റായിട്ട് അവർക്ക് തുറക്കാൻ പറ്റില്ല എന്നൊക്കെ പരാതി പറയാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടിപ്പാണ്. ചിലതിൻ്റെ മൂടി വല്ലാണ്ട് ടൈറ്റ് ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ലേശം വെളിച്ചെണ്ണ ഇതുപോലെ എടുക്കുക. എന്നിട്ട് അവിടെ ഇവിടേക്ക് 2-3 ഭാഗത്തായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അടച്ചാൽ മതി. ഇങ്ങനെ അടയ്ക്കുന്ന സമയത്ത് വല്ലാണ്ട് ടൈറ്റും ഉണ്ടാവില്ല, എന്നാൽ അത്ര ലൂസും ഉണ്ടാവില്ല. ആ ഒരു രീതിയിൽ നമുക്ക് ഇത് അടച്ചെടുക്കാൻ പറ്റും. അവർക്ക് തുറക്കാനും പറ്റും. ഒരുപാട് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരിപ്പോരും. അതുകൊണ്ട് ഒരു ലിമിറ്റൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അത് ശ്രദ്ധിക്കൂ കേട്ടോ. ഇനിയിപ്പോൾ ലീക്ക് ഉള്ളതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് അടച്ചാൽ മതി. അപ്പോൾ ഒട്ടും തന്നെ ലീക്ക് ആവുകയില്ല. അപ്പം ഇതും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ബ്രെഡൊക്കെ നമ്മൾ കെട്ടുന്ന ഈ ഒരു കമ്പിയുടെ പീസ് ഉണ്ടല്ലോ, അത് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ബ്രെഡ് എയർ ടൈറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇതേപോലെ ആ ഒരു പാക്കറ്റ് നല്ലപോലെ ഒന്ന് പിരിച്ചെടുക്കുക ടൈറ്റിൽ കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് വിടർത്തിയിട്ട് ആ ഒരു പാക്കറ്റിന്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഒട്ടും തന്നെ എയർ കയറൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് തന്നെ പിരിച്ചു കൊടുക്കണേ. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത്, അടുക്കള ജോലിയൊക്കെ അധികം ചെയ്ത് പരിചയമില്ലാത്ത, കല്യാണമൊക്കെ കഴിഞ്ഞ് പുതുതായിട്ടൊക്കെ ജോലികളൊക്കെ ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു പേടിയാണ് ഈ തേങ്ങ പൊട്ടിക്കുക എന്നുള്ളത്. തേങ്ങ കറക്റ്റായിട്ട് പൊട്ടി വരികയില്ല, പിന്നെ ഇങ്ങനെ ചിന്നി ചിതറി പോവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾക്ക് പൊട്ടിക്കേണ്ട തേങ്ങ ഇതുപോലെ എടുക്കുക. എന്നിട്ട് നല്ല ഒരു നൂലെടുത്തിട്ട് ഒരു 3-4 ചുറ്റ് ഇതുപോലെ ചുറ്റി കൊടുക്കുക. ഇതൊരു കട്ടിയുള്ള നൂലായതുകൊണ്ട് അധികം ചുറ്റണ്ട, അപ്പോഴേക്കും നല്ലൊരു ടൈറ്റിൽ ഇതേപോലെ പറ്റും. അല്ല തിന്നായിട്ടുള്ള നൂലാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചുറ്റി നല്ല ടൈറ്റിൽ പിടിച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട്, കട്ടിയുള്ള എന്തെങ്കിലും വെച്ചിട്ട്, ഞാനിപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന കല്ലിന്റെ ആ ഒരു കുഴയാണ് എടുത്തിട്ടുള്ളത്, അത് വെച്ചൊരു തട്ട് കൊടുത്താൽ മതി. കറക്റ്റ് നമ്മൾ ആ ഒരു നൂല് ചുറ്റിയ ഭാഗത്ത് വെച്ചിട്ട് നല്ല ഷേപ്പിൽ ലെവലായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിന്നി ചിതറി പോരുന്നു എന്നുള്ള പ്രശ്നമുള്ളവരൊക്കെ ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നല്ല ടൈറ്റിൽ പിടിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഈ ഒരു തേങ്ങാമുറിയുടെ ആ ഒരു സൈഡ് കണ്ടില്ലേ, നല്ല കറക്റ്റ് ലെവലിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് കാണാം.
അടുത്ത ടിപ്പും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണ് കൂടുതലും യൂസ്ഫുൾ ആവുന്നത്. ചെമ്മീനൊക്കെ നന്നാക്കാനൊക്കെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സമയം ഫ്രീസറിൽ വെക്കുക. ഒരു 15-20 മിനിറ്റ് ഒക്കെ ഫ്രീസറിൽ വെക്കുമ്പോൾ കുറച്ചൊരു ബലം കിട്ടും. എന്നാൽ വല്ലാണ്ട് ബലം ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ചെറിയൊരു ബലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടും ചെമ്മീന്. എന്നിട്ട് ഇതേപോലെ ആ ഒരു ഓരോന്ന് എടുത്തിട്ട് ഈ തലഭാഗവും പിന്നെ പെട്ടെന്ന് തന്നെ ആ വാലും നമുക്ക് കളയാലോ. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ടൈം പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു നൂല് പോലെ ഒരു സംഭവം ഉണ്ടാവും, അത് എടുക്കാനാണ്. അപ്പോൾ അത് എടുക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഒരു ടൂത്ത് പിക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് കയ്യിൽ പിടിക്കുക. എന്നിട്ട് ഈ ഒരു ചെമ്മീൻ്റെ ഈ നടുവിലൂടെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കോർത്തിട്ട് പൊന്തിച്ചെടുക്കുക. കണ്ടോ, ഈസി ആയിട്ട് ഈ നൂല് ഇങ്ങനെ പൊങ്ങി വരും. അപ്പൊ ഇതുപോലെ നമുക്ക് ഓരോ ചെമ്മീനും എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും തന്നെ പൊട്ടാണ്ട് ഈ നൂല് ഫുൾ ലെങ്ത്തിൽ നമുക്ക് അങ്ങോട്ട് കിട്ടും. അപ്പോൾ കണ്ടോ, കത്തിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെമ്മീനായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെ ചെയ്ത് നോക്കൂ, നമുക്ക് ഈസി ആയിട്ട് എല്ലാത്തിൻ്റെയും നൂല് എടുക്കാൻ പറ്റും. ഇത് വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വയറുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. കയ്യിലൊരു ടൂത്ത് പിക്ക് പിടിച്ചാൽ മതി. ഓരോന്നും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഈസി ആയിട്ട് നമ്മുടെ ക്ലീനിങ് കഴിയും. പിന്നെ ആദ്യം കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെക്കാനായിട്ടും മറക്കരുത്. അപ്പോൾ ഈ ഒരു ടിപ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ചില ചെമ്മീനാണെങ്കിൽ ഇങ്ങനെ ഒരു കറുത്ത കളറും കൂടെ ഉണ്ടാവും. അത് നമ്മൾ ഇതേപോലെ ആ ടൂത്ത് പിക്കിന്റെ തുമ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ അതും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ഫുള്ളും ഞാൻ ഇതേപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ട്രിക്ക് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം. അടുത്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ച ഒരു ടിപ്പാണ് കേട്ടോ. കുക്കറിൻ്റെ വാഷർ നല്ല ടൈറ്റ് ആവാനുള്ള ടിപ്പാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ സാധാരണ കുക്കറിൻ്റെ വാഷർ നമുക്ക് ലൂസാണെന്ന് തോന്നുമ്പോൾ കുറച്ച് സമയം ഫ്രീസറിൽ വെക്കാറുണ്ട്. അതിന് പകരം നമ്മൾ എപ്പോഴും കുക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കഴുകി കഴിഞ്ഞിട്ട് ഈ ഒരു വാഷർ എടുത്തിട്ട് ഫ്രീസറിൽ വെക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് നാൾ സ്ഥിരമായിട്ട് ഇതുപോലെ തന്നെ ചെയ്യുന്ന സമയത്ത് കുറച്ചിങ്ങനെ നല്ല ടൈറ്റായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നമ്മളത് കുറച്ച് കാലം പിന്നെ ഫ്രീസറിൽ വെച്ചില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വരും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. കുറച്ച് നാൾ അടുപ്പിച്ച് ഫ്രീസറിൽ തന്നെ വെക്കുക. ആവശ്യത്തിന് മാത്രം എടുക്കുക. അത് കഴിഞ്ഞാൽ വീണ്ടും കഴുകിയിട്ട് ഫ്രീസറിലോട്ട് മാറ്റുക കേട്ടോ. അപ്പോൾ ഈ രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ ഒരു മാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കുട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിലേത് ടിപ്പാണ് കൂടുതൽ യൂസ്ഫുൾ ആയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അടുക്കള കാര്യങ്ങൾ എന്നാട്ടോ അതിൻ്റെ പേര്. പുതിയ പേജാണ്. ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടോ അതല്ലെങ്കിൽ നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി വീഡിയോ ആയിട്ടോ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്